قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യം 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിലാണുള്ളത്. അതിൻ്റെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തടക്കം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശ്വാസികളിൽ പലരും ഇതിനകം അവരുടെ സമ്മതിദാന അവകാശം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും കാരുണ്യം കാണിക്കുന്ന, ചേർത്തു പിടിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ജനാധിപത്യവും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിക്കുന്ന ഭരണാധികാരികളെയും ഭരണകൂടത്തെയും നൽകി രാജാതിരാജനായ പടച്ച തമ്പുരാൻ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ടോ നമുക്കെല്ലാവർക്കും അറിയാം, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇവിടേതായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തും മറ്റ് വിദേശ രാജ്യങ്ങളിലെ പത്രങ്ങളിലടക്കം അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം നീചമായ ഒരു പ്രസ്താവന അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം പത്രങ്ങളിലൊക്കെ വ്യാപകമായി നമ്മൾ വായിച്ചിട്ടുണ്ടാകും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. BBC അടക്കം അൽ ജസീറ അടക്കം അങ്ങനെ നിരവധി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, വിദേശ മാധ്യമങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ആ ഭാഗം എടുത്തുദ്ധരിക്കുകയും അപലപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. നമുക്കറിയാം, 2014 നമ്മുടെ സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ആകെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് വെറുപ്പാണ്. വെറുപ്പെന്ന് പറഞ്ഞാൽ പച്ചയായ മുസ്ലിം വിരോധമാണ് അവർ രാജ്യത്ത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദ ക്വിൻ്റിൻ്റെ ഒരു കണ്ടെത്തലുണ്ട്. അഥവാ 2015 ശേഷം നമ്മുടെ രാജ്യത്ത് 113 ആൾക്കൂട്ട കൊലകളാണ് നടന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 113 ആളുകളെ കൊന്നു തള്ളി അതിനിഷ്ഠൂരമായി ക്രൂരമായി ഒറ്റയടിക്ക് നിർത്തി വാളുകൊണ്ട് വെട്ടി ജീവൻ അവസാനിപ്പിക്കുകയല്ല, അതിക്രൂരമായി ഇലക്ട്രിക് പോസ്റ്റിൽ അടക്കം കെട്ടിയിട്ട് അതിക്രൂരമായി തല്ലിക്കൊന്ന 113 ആളുകൾ ഒരു കണക്ക് ദ ക്വിൻ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയ്റ്റ് ഇന്ത്യ, വാഷിങ്ടൺ ആസ്ഥാനമായ ഹെയ്റ്റ് ഇന്ത്യ ലാബിൻ്റെ ഒരു റിപ്പോർട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു.
അതിൽ 2023 മാത്രം നമ്മുടെ രാജ്യത്ത് നടന്നത് 668 വിദ്വേഷ പ്രസംഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ആദ്യ 6 മാസം നടന്നത് 213, രണ്ടാമത്തെ മാസം നടന്നത് 455. അങ്ങനെ മൊത്തം 668 ഹെയ്റ്റ് സ്പീച്ചുകൾ, ഔദ്യോഗികമായി കേസെടുത്ത ഹെയ്റ്റ് സ്പീച്ചിനെ കുറിച്ചാണ്, വിദ്വേഷ പ്രസംഗത്തിനെ കുറിച്ചാണ് ഈ കണക്കുള്ളത്. അതിൽ 75% നടന്നിട്ടുള്ളത് സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. അതിൽ ഏതാണ്ട് 70% പ്രസംഗങ്ങൾ നടന്നിട്ടുള്ളത് മുസ്ലിങ്ങൾക്കെതിരെ കലാപം കൂട്ടാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ളതാണ്. ബാക്കി 10-30% നടന്നിട്ടുള്ളത് ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ലാൻഡ് ജിഹാദ് പോലെയുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളെ വികലമായി അവതരിപ്പിച്ചുകൊണ്ടാകും. ആ നിലക്കുള്ള അവതരണത്തിലൂടെയാണ് അത് നടന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ രാജ്യത്ത് നടക്കുമ്പോഴും 113 പേരെ 2015 ശേഷം കൊന്നു തള്ളിയിട്ടും 2023 മാത്രം ഇത്രയും വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു വാക്കുകൊണ്ട് അതിനെ അപലപിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. 2015 മുതൽ എടുത്താൽ ഇന്ത്യയുടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും പ്രധാനമന്ത്രിയായിട്ടുള്ള പ്രധാനമന്ത്രി ഒരു വാക്കുകൊണ്ട് ഇത് നടക്കാൻ പാടില്ലാത്തതാണ്, അങ്ങേയറ്റം ഖേദകരമാണ്, നടപടിയുണ്ടാകും എന്ന് പറയുന്ന സാധാരണ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പരാമർശവും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അവസാനം ആ പ്രധാനമന്ത്രി തന്നെ ഈ രാജ്യത്തെ 20 കോടിയോളം വരുന്ന ജനതയെക്കുറിച്ച് പറഞ്ഞത് നുഴഞ്ഞുകയറ്റക്കാരാണ്, പെറ്റുകൂട്ടുന്നവരാണ് എന്നാണ് പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിക്കണം. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 141.72 കോടി ജനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ആ 141.72 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാകേണ്ട പ്രധാനമന്ത്രി പറഞ്ഞത്, ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത്, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ 2006 നടത്തിയ ഒരു പ്രസംഗത്തിലെയും ഇപ്പോ കോൺഗ്രസ് ഇറക്കിയിട്ടുള്ള പ്രകടന പത്രികയിലെയും വാക്കുകളെ അടർത്തിയെടുത്ത് വികലമായി സംയോജിപ്പിച്ച് അവതരിപ്പിച്ചതാണിത്. അഥവാ കോൺഗ്രസ് വന്നാൽ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ, അവരുടെ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ്, പ്രധാനമന്ത്രിയാണിത് പറയുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. കോൺഗ്രസ് അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്നാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അവർ ഈ സ്വത്തുക്കളെല്ലാം ഒരുമിച്ചു കൂട്ടി കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും വിതരണം ചെയ്യുമെന്നാണ്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ, ഇത് നിങ്ങൾ അംഗീകരിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പ്രധാനമന്ത്രിയാണ് പ്രസംഗിക്കുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. ഏതെങ്കിലും നാട്ടിലെ ലോക്കൽ നേതാക്കളല്ല. 141 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളാണിത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ സമ്പത്തിന്റെ ആദ്യ അവകാശി മുസ്ലിങ്ങളാണ്. ഈ സമ്പത്തൊക്കെ എടുത്ത് ഈ നുഴഞ്ഞുകയറ്റക്കാർക്കും അതുപോലെ തന്നെ ഈ പറയുന്ന പെറ്റുകൂട്ടുന്നവർക്കും നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിയും ഇങ്ങനെയുള്ള വാക്കുകൾ? നമ്മുടെ രാജ്യത്ത് അമേരിക്കയുണ്ട്, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഇസ്രായേലുണ്ട്, നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്തെ ഭരണാധികാരികൾ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ട് അവർക്ക് പല കാഴ്ചപ്പാടുകളുമുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊക്കെ അതിശക്തമായിട്ട് വിമർശിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളാണ് ഇവരെല്ലാം. ബൈഡൻ ആയാലും ഈ പറയുന്ന ജനോസൈഡ് നെതന്യാഹു ആയാലും ബ്രിട്ടൻ ആയാലും ജർമ്മനി ആയാലും ഇറ്റലി ആയാലും അങ്ങനെ എല്ലാവരും പരസ്പരം പിന്താങ്ങി മനുഷ്യത്വമില്ലാത്ത ക്രൂരതകൾ ലോകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രനായകന്മാരാണിവർ. പക്ഷെ ഇവര് പോലും ആ രാജ്യത്തെ ജനങ്ങൾക്കെതിരെ സംസാരിച്ചത് നമ്മൾ കാണില്ല. ബ്രിട്ടനിലെ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചത് നമ്മൾ കാണില്ല. ബ്രിട്ടനിലെ അമേരിക്കയിലെ മുസ്ലിങ്ങൾക്കെതിരെ ബൈഡൻ സംസാരിക്കുന്നത് നമ്മൾ കാണില്ല. അതാത് കാലങ്ങളിലെല്ലാം പെരുന്നാളിലും അതുപോലെ തന്നെയുള്ള ആഘോഷങ്ങൾക്കുമെല്ലാം അമേരിക്കൻ പ്രസിഡന്റുമാർ ആശംസകൾ അർപ്പിക്കാറുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ട്, ഈ ക്രൂരതകളൊക്കെ ഫലസ്തീനികളോട് ചെയ്തിട്ട് പോലും അവിടുത്തെ പ്രധാനമന്ത്രി നെതന്യാഹു പോലും അവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ, അവിടെ മുസ്ലിങ്ങളുണ്ട്, അറബികളുണ്ട്, അവിടെ അവർക്കെതിരെ ശബ്ദിച്ചത് നമ്മൾ കാണില്ല.
കാരണം ഭരണകൂടങ്ങളെല്ലാം പ്രധാനമായും ശ്രമിക്കുക ആ ഭരണീയരെ ചേർത്ത് പിടിക്കാനാണ്. അവർ ഏത് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിലും ചേർത്ത് പിടിക്കാനാണ്. അതേസമയം ലോകത്തെ ഏറ്റവും വലിയ മതേതര മതനിരപേക്ഷ രാഷ്ട്രം എന്ന് പറയുന്ന എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും മഹത്തായ ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത് ഇവിടെ നുഴഞ്ഞുകയറ്റക്കാരാണ്, മുസ്ലിങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നുഴഞ്ഞുകയറ്റക്കാരാണ്, ധാരാളം പ്രസവിക്കുന്നവരാണ് എന്ന്. ഒന്ന് നുഴഞ്ഞുകയറ്റക്കാരാണ്. ഈ രാജ്യത്തെ 20 കോടി മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണോ? ഒരു പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണോ അത്? എത്ര നീചവും നികൃഷ്ടവുമായ പദപ്രയോഗങ്ങളാണത്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നത് മുസ്ലിങ്ങളാണോ? മുസ്ലിം പെൺകുട്ടികളാണോ? ഈ പ്രസംഗങ്ങളൊക്കെ നടത്തിയതിന്റെ പേരിൽ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം ബൃന്ദാക്കാരാട്ട് വ്യക്തിതലത്തിലും ഒക്കെ കേസ് കൊടുത്തിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ സമീപിച്ചിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ മിണ്ടിയിട്ടില്ല. പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ അനങ്ങിയിട്ടില്ല. ഈ ഇന്നലെ മറ്റുമാണ് ഇലക്ഷൻ കമ്മീഷൻ അതിനെതിരെ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ആ നോട്ടീസ് അയച്ചതുപോലും ആർക്കാണ്? പ്രധാനമന്ത്രി പ്രസംഗിച്ചതിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് BJP-യുടെ അധ്യക്ഷന്. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതിന് നോട്ടീസ് അയച്ചിട്ടുള്ളത് ഖാർഗെക്ക്, അഥവാ കോൺഗ്രസിന്റെ അധ്യക്ഷന്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ച ആളുകൾക്ക് പകരം പാർട്ടി അധ്യക്ഷന്മാർക്ക് നോട്ടീസ് അയക്കുന്ന ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ. ഇതൊക്കെ അയച്ചിട്ടും പ്രധാനമന്ത്രി മിണ്ടാതിരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസും ഒന്നാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ നിർഭയമായി സംസാരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒന്നായതുകൊണ്ട് ഒന്നും ഒരു ചുക്കും വരാനില്ല എന്ന ഒരു ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം ഈ വിദ്വേഷ പ്രസംഗം. അദ്ദേഹം നടത്തിയത് വിദ്വേഷ പ്രസംഗം മാത്രമല്ല, രണ്ട് കുറ്റമാണ് അദ്ദേഹം ചെയ്തത്. ഒന്നാമത്തേത് അദ്ദേഹം ചെയ്തത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ്. രണ്ടാമത്തേത് വിദ്വേഷ പ്രസംഗമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധിക്ക് എതിരെ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കോട്ടയത്ത് വന്ന പ്രചരണ പരിപാടിയിൽ അവസരം കിട്ടുമ്പോഴെല്ലാം പ്രധാനമന്ത്രി ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു, രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പ്രസംഗിച്ചതിനാണ് അദ്ദേഹത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളത്. അവസരം കിട്ടുമ്പോഴെല്ലാം പ്രധാനമന്ത്രി ഭാഷയുടെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ വാക്കും പ്രധാനമന്ത്രി പറഞ്ഞ ഈ വാക്കും, അഥവാ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സമ്പത്തൊക്കെ എടുത്ത് പെറ്റുകൂട്ടുന്നവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും കൊടുക്കും എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ എത്ര ഗുരുതരമായ വാക്കാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എത്ര ഗുരുതരമായ വാക്കാണ്. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആശങ്ക എഴുതിക്കുന്നു, അത് അവർക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് എന്നും അവർ അവലംബിച്ചിട്ടുള്ള വെറുപ്പുൽപാദിപ്പിക്കുക, പരമാവധി വെറുപ്പുൽപാദിപ്പിക്കുക, മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർക്കുക. നുഴഞ്ഞു കയറിയവരാരാണ്? നുഴഞ്ഞു കയറിയ ശത്രുക്കളാണല്ലോ. വരാൻ പാടില്ലാത്ത ആളുകളാണ് നുഴഞ്ഞു കയറുന്നത്, പ്രസവിച്ചു കൂട്ടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് രണ്ടാമത്തെ ദിവസം ഇത് ലോകവ്യാപകമായി രാജ്യവ്യാപകമായി വിവാദമായപ്പോൾ പ്രധാനമന്ത്രി വാക്കുകൾ ഒന്ന് ലളിതവൽക്കരിച്ചു. എന്നിട്ട് അദ്ദേഹം അലിഗഡിൽ നടന്ന റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം മുത്തലാഖ് നിർത്തലാക്കിയെന്നാണ്. നിർത്തലാക്കി ഒരുപാട് പെൺമക്കളുടെ ജീവിതം മുത്തലാഖ് മൂലം നശിച്ച് അതിനെതിരെ നിയമം കൊണ്ടുവന്നു ഞങ്ങൾ, അവരുടെ ഭാവി അങ്ങനെ ഞങ്ങൾ ഭദ്രമാക്കിയെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സമൂഹത്തിലെ പെണ്ണുങ്ങളെ മൊത്തം അവർ അമിതമായി പ്രസവിക്കുന്നവരാണ് എന്ന് ആക്ഷേപിച്ചതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മുത്തലാഖിലൂടെ ഇവിടത്തെ മുസ്ലിം പെണ്ണുങ്ങളുടെ ജീവിതം ഭദ്രമാക്കിയെന്ന്. കാലം കൂടെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചെറിയ വിരലിന് മരുന്ന് വെച്ചു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒരാളുടെ കാലം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. ആ വെട്ടിയ ആള് പറയാണ്, ഞാൻ ചെറുവിരലിന് മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്, അതവിടെ ചെറിയ തൊലി പോയിട്ടുണ്ടായി, അതുകൊണ്ട് അവിടെ മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്രമാത്രം അപഹാസ്യമാണത്. ഒരു ജനതയെ, 21 കോടി ജനതയെ ആക്ഷേപിക്കുക, അവരെ പരിഹസിക്കുക, അവരുടെ ഈ രാജ്യത്തിന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യുക. ഈ രാജ്യത്ത് 2014 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ യാതൊരു ആളുകൾക്കും അവകാശമില്ല. നമ്മൾക്ക് ആ ബോധം മിനിമം നമ്മൾക്കുണ്ടാവണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും
പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിച്ച സന്ദർഭത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിച്ച സന്ദർഭത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ മാത്രം ഒരു ചോയ്സ് ഉണ്ടായിരുന്നു: പാകിസ്ഥാനിലേക്ക് പോകണമോ അതോ ഇന്ത്യയിൽ തന്നെ നിലകൊള്ളണമോ എന്ന്. അവരുടെ മുമ്പിൽ ആ ചോയ്സ് ഉള്ളൂ. ഇവിടുത്തെ ഹിന്ദുക്കളുടെ മുൻപിൽ ആ ചോയ്സ് ഉണ്ടായില്ല. കാരണം അവരിവിടുത്തെ പാകിസ്ഥാനിലേക്ക് അവർ പോകാൻ സാധ്യതയില്ലല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം രാഷ്ട്രമായി മാറുകയാണ്. ക്രിസ്ത്യാനികളുടെ മുമ്പിൽ ആ ചോദ്യമില്ല, മുസ്ലിങ്ങളുടെ മുമ്പിലാണ് ആ ചോദ്യം ഉള്ളത്. അവർക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അതല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാം. അങ്ങനെ ഒരു ചോയ്സ് വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ ജനിച്ചവരാണ്, ഇവിടെ തന്നെ ജീവിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്, ഈ രാജ്യത്തോടാണ് ഞങ്ങൾക്ക് പ്രേമമെന്ന്, സ്നേഹമെന്ന്, കൂറെന്ന്, മഹബത്തെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആ ആളുകളുടെ പിൻഗാമികളാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ. അതുകൊണ്ട് അവരുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ പ്രധാനമന്ത്രിയല്ല, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾക്കും അധികാരമില്ല. ഓട് വിളിച്ചു വന്നവരോ നുഴഞ്ഞു കയറി വന്നവരോ അല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ചോയ്സ് അവർക്ക് ഉണ്ടായില്ല. അപ്പൊ മഹബത്ത് തെളിയിക്കപ്പെട്ടത്, അഥവാ മാറ്റുരച്ച് തെളിയിക്കപ്പെട്ട രാജ്യസ്നേഹമാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടേത്. മാറ്റുരച്ച് തെളിയിക്കപ്പെട്ടതാണ്. അവർക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാമായിരുന്നു. പാകിസ്ഥാനിലേക്ക് പോകാതെ ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞവരുടെ പിൻഗാമികളാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലകൊള്ളുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഒരു കാര്യം കൂടി അറിയാൻ വേണ്ടി നമ്മൾ പറയേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് വരെയുള്ള പത്രങ്ങളൊന്നും എടുത്ത് പരിശോധിച്ചാൽ ഇടയ്ക്കിടെ നമുക്ക് പത്രത്തിലൊരു വാർത്ത കാണാൻ സാധിക്കും. എന്താണെന്നറിയാമോ? രാജ്യത്തിന്റെ പല രഹസ്യങ്ങളും പാകിസ്ഥാനും ചൈനക്കുമൊക്കെ ചോർത്തിക്കൊടുത്ത വാർത്തകൾ ഇടയ്ക്കിടെ പത്രത്തിൽ വരും. അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരും, ചോർത്തിക്കൊടുത്തു, പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തു, ചൈനക്ക് ചോർത്തിക്കൊടുത്തു എന്ന്. ആ ചോർത്തിക്കൊടുത്ത 1947 ശേഷം ഈ 2024 ഈ ദിവസം വരെ, അഥവാ ഏപ്രിൽ 20 വരെ, 26 വരെ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ആ ചോർത്തിക്കൊടുത്ത പേരുകളിൽ ഒരൊറ്റ മുസ്ലിം പേരും നമുക്ക് കാണാൻ കഴിയില്ല. ഒറ്റ മുസ്ലിം പേരില്ല. പാകിസ്ഥാന് രഹസ്യ വിവരം ചോർത്തിക്കൊടുത്തത്, സൈനിക വിവരം ചോർത്തിക്കൊടുത്തതിന്റെ, അല്ലെങ്കിൽ ചൈനക്ക് ചോർത്തിക്കൊടുത്തതിന്റെ, അതിന്റെ പേരിൽ പിടിക്കപ്പെട്ടതിന്റെ ഒരു പേര് പോലും മുസ്ലിമിന്റെ കാണുക സാധ്യമേ അല്ല. ആ ജനവിഭാഗത്തെ കുറിച്ചിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് അത് നുഴഞ്ഞു കയറിയതാണ്, അത് പെറ്റുകൂട്ടുന്നവരാണ് എന്നൊക്കെ പറയുന്നത്. വെറുപ്പാണ്. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കൽ മാത്രമാണ് ഇവരുടെ പണി. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? പച്ചക്കള്ളങ്ങൾ പറയണം, പച്ചക്കള്ളങ്ങൾ പറയണം. ഫാസിസത്തിന്റെ ജനിതക സ്വഭാവമാണത്. ഞാൻ പറയുന്നു, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിങ്ങളായ നിങ്ങൾ ഫാസിസ്റ്റുകളായി മാറിയാൽ നിങ്ങളുടെയും സ്വഭാവം ഇത് തന്നെയായിരിക്കും, മുസ്ലിങ്ങളുടെയും സ്വഭാവം ഇത് തന്നെയായിരിക്കും. അഥവാ വംശീയമായ ബോധം മനസ്സിൽ കടന്നുകൂടിയാൽ, ഫാസിസ്റ്റ് നേച്ചർ നമുക്കുണ്ടായാൽ, ആ ഫാസിസത്തിന്റെ ജനിതക സ്വഭാവമാണ് മറ്റുള്ളവരെ വെറുക്കുക എന്ന് പറയുന്നതും വെറുപ്പിക്കുക എന്ന് പറയുന്നതും. വെറുപ്പിക്കണമെങ്കിൽ നുണ പറഞ്ഞേ മതിയാകുള്ളൂ. ആ നുണ ഇത്രയും ഭീകരമായി ലോകത്ത് അവതരിപ്പിച്ചത് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറാണ് ഗീബൽസിന്റെ സഹായത്തോടുകൂടി നട്ടാൽ മുളയ്ക്കാത്ത പച്ചക്കള്ളങ്ങൾ ജൂത സമൂഹത്തിനെതിരെ പ്രചരിപ്പിച്ച് അവരെ വംശഹത്യക്ക് വിധേയമാക്കിയത്. എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രനായകൻ എന്നുള്ള നിലക്ക് ഇപ്പണിയെടുത്ത രണ്ടാമത്തെ ആൾ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും. രാജ്യത്തെ ജനങ്ങൾക്കെതിരെ തന്നെ തിരിയുക. ചില ജീവികളുണ്ടല്ലോ, ആ ജീവികളുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ പ്രസവിച്ചിട്ട കുഞ്ഞിനെ ആ ജീവി തന്നെ തിന്നും, ആ ജീവി തന്നെ തിന്നും. അത് ചില ജീവികളുടെ പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ആ രാജ്യത്തെ വരുന്ന ഏറ്റവും വലിയ ന്യൂനപക്ഷത്തിന്റെ 20 കോടിയാണ്, 20 കോടി ജനങ്ങളെ തന്നെ തിന്നുന്ന സ്വഭാവമാണ്, അവരെ ആക്ഷേപിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇത് നമ്മളിപ്പോൾ സാധാരണ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അഥവാ സംഘപരിവാറിന്റെ വേദഗ്രന്ഥമായ ബഞ്ച് ഓഫ് തോട്ട്, വിചാരധാര എന്ന് മലയാളത്തിൽ പറയുന്ന ആ ഗ്രന്ഥം 1966 ആദ്യം പ്രിന്റ് ചെയ്ത് പുറത്തു വരുന്നത്. ഗോൾവാൾക്കറുടെ ഗ്രന്ഥമാണത്. അതിനകത്തൊരു ഉദ്ധരണി CAA കാലത്തും അതുപോലെ തന്നെ ഫാസിസത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ ധാരാളമായി നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ 19ാമത്തെ അധ്യായമുണ്ട്. 19ാമത്തെ അധ്യായം
ആഭ്യന്തര ഭീഷണികൾ. ഒന്ന് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 19-ാമത്തെ അധ്യായം അതാണ്. 2-ാം ഭാഗം 19-ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് ആഭ്യന്തര ഭീഷണികൾ. ഒന്ന് മുസ്ലിങ്ങൾ. 20-ാം അധ്യായം ആഭ്യന്തര ഭീഷണികൾ 2 ക്രിസ്ത്യാനികൾ. 21-ാം അധ്യായം ആഭ്യന്തര ഭീഷണികൾ 3 കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ക്രമീകരണം. അത് മുസ്ലിങ്ങൾ ആഭ്യന്തര ഭീഷണിയാണ്, ക്രിസ്ത്യാനികൾ ആഭ്യന്തര ഭീഷണിയാണ്, മാർക്സിസ്റ്റുകൾ ആഭ്യന്തര ഭീഷണിയാണ് എന്നൊക്കെ ധാരാളമായി നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ആ അധ്യായം തുടങ്ങുന്നത് തന്നെ, ആ പുസ്തകം എടുത്ത് മറച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വിചാരധാരയുടെ 20-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ ദേശീയ ഭദ്രതയ്ക്ക് കൂടുതൽ അപകടകാരികൾ രാജ്യത്തിനകത്തുള്ള ശത്രു ഘടകങ്ങളാണെന്നാണ് പല രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ നിന്നുള്ള ദുരന്ത പാഠം എന്ന് നാം മനസ്സിലാക്കണം. പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ ദേശീയ ഭദ്രതയ്ക്ക് കൂടുതൽ അപകടകാരികൾ രാജ്യത്തിനകത്തുള്ള ശത്രുക്കളാണ്. ആരെ ഈ രാജ്യത്തിനകത്തുള്ള ശത്രുക്കൾ? മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ. പല രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പാഠം അതാണ് എന്നാണ് പറയുന്നത്, ദുരന്ത പാഠം. എന്നാൽ നിർഭാഗ്യവശാൽ ദേശീയ ഭദ്രതയെ സംബന്ധിച്ച ഈ പ്രഥമ പാഠമാണ് ബ്രിട്ടീഷുകാർ ഈ നാട് വിട്ടു പോയ നാൾ മുതൽ തുടർച്ചയായി നമ്മുടെ നാട്ടിൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഇവിടെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര ശത്രുക്കളാണ് ഏറ്റവും വലിയ അപകടകാരികൾ എന്ന പാഠം നിരന്തരമായി ഇവിടെ വന്ന ഭരണകൂടങ്ങൾ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ശത്രുത, ആഭ്യന്തര ഭീഷണികൾ എന്ന് ഗോൾവാൾക്കർ പറഞ്ഞെങ്കിൽ അതിൻ്റെ ഏറ്റവും മോഡേൺ വെർഷനാണ് നുഴഞ്ഞു കയറിയവരും ഏറ്റവും കൂടുതൽ പ്രസവിച്ചു കൂട്ടുന്നവരും എന്ന് പറയുന്നത് അതിൻ്റെ മോഡേൺ വെർഷനാണ്. ശത്രുക്കൾ എന്ന് പച്ചയായി പറയാനുള്ള വൈമുഖ്യം കൊണ്ടാണ് നുഴഞ്ഞു കയറിയവരാണ്, അതുപോലെ തന്നെ പ്രസവിച്ചു കൂട്ടുന്ന കൂടുതൽ പ്രസവിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മൾ ഓതി വെച്ച ഒരായത്തുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 186-ാമത്തെ വചനം. അതിൻ്റെ ഉള്ളടക്കം ഇതാണ്. പല പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്ത് അർത്ഥം പറഞ്ഞതാണ്. ഇതൊക്കെ നടക്കാനുള്ള സാധ്യതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങൾ പെറ്റുകൂട്ടുന്നവരാണ് എന്ന് കേൾക്കേണ്ടി വരും. നിങ്ങൾ മയക്കുമരുന്ന് കച്ചവടക്കാരാണെന്ന് കേൾക്കേണ്ടി വരും. നിങ്ങൾ പ്രേമത്തിൻ്റെ യോദ്ധാക്കളാണ്, പ്രണയത്തിൻ്റെ യോദ്ധാക്കളാണ് എന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾ സ്ഥല ബിസിനസ്സിലൂടെ ഈ രാജ്യത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് കേൾക്കേണ്ടി വരും. അങ്ങനെ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് നിങ്ങളെക്കുറിച്ച് പറയും, രാജ്യദ്രോഹികളാണെന്ന് നിങ്ങളെക്കുറിച്ച് പറയും. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇതൊന്നും കേട്ടുകൊണ്ട് നമ്മൾ ഭയപ്പെട്ട് നിരാശരാവുകയല്ല ചെയ്യേണ്ടത്. കാരണം ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതൊക്കെ കേട്ട് നിരാശരാകുന്നതിന് പകരം നമ്മൾ സബറും തഖ്വയും ആർജിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതിനെ അഭിമുഖീകരിച്ചേ മതിയാകും. ഇതിനെ അഭിമുഖീകരിക്കാതെ നമുക്ക് ഒളിച്ചോടാൻ കഴിയില്ല. ഇതിനെ അഭിമുഖീകരിച്ച് ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുനാഫിക്കാവുക എന്നാണ്. അതിനർത്ഥം മുനാഫിക്കാവുക എന്നാണ്. ഇവിടെ ഇന്ന് ഇതിനെ അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ മറുപക്ഷത്ത് നിൽക്കുക എന്നാണ്. അതുകൊണ്ട് ഇതിനെ അഭിമുഖീകരിച്ചേ മതിയാകൂ. അള്ളാഹുവിന്റെ ഖദറും ഖളായും അനുസരിച്ച് ഇനി അടുത്ത ഒരു ഭരണവും കൂടി ഈ പറയുന്ന മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും ഒരുപാട് പ്രസവിക്കുന്നവരും എന്നും പറഞ്ഞ് ആക്ഷേപിച്ച ആളുകളുടെ കരങ്ങളിൽ തന്നെയാണ് അധികാരം ലഭിക്കുന്നതെങ്കിൽ പലതും ഇനി നമ്മൾ കാണേണ്ടി വരും, പലതും നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അപ്പോൾ ഇതൊരു പുതിയ കാര്യമാണ്, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമുക്കതിനെ അഭിമുഖീകരിച്ചേ മതിയാവും. അതിനെ അഭിമുഖീകരിക്കാനുള്ള ആർജവം നേടിയെടുക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അതിനെ പറയാറുള്ളത് ഈമാൻ എന്നാണ്. ഈമാൻ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈമാൻ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതിപ്പോൾ ഇങ്ങനെ വെള്ളമൊഴിച്ചു കൊടുത്താലൊന്നും വർദ്ധിക്കുന്ന ഒരു സാധനമല്ല. ഈമാൻ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് അതനുസരിച്ചുള്ള ബന്ധമുണ്ടാക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം.
അതിൻ്റെ ഏറ്റവും വലിയ മാർഗം തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ പരുവപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ചെയ്യുക എന്നാണ്. ഇതൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ ഇപ്പോൾ വാട്സാപ്പിലൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദുആ ധാരാളമായി ചെയ്യുക, ഈ ദുആ ധാരാളമായി പ്രാർത്ഥിക്കുക, വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ പ്രാർത്ഥന നടത്തുക. ഞാൻ പ്രാർത്ഥനയെ ഒന്നും ചെറുതായി കാണുന്നതല്ല. പ്രാർത്ഥന നടത്താൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്ത് കാര്യമെന്ന് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വെറുതെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് പണിയൊക്കെ അല്ല ചെയ്തോളും എന്ന് വിചാരിക്കുന്ന തവാക്കുൽ എന്ന് പറയുന്നൊരു പണിയുണ്ടല്ലോ, അതിനാണ് തവാക്കുൽ എന്ന് പറയുന്നത്. അഥവാ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക, എന്നിട്ട് അള്ളാഹ് ഇങ്ങനെ ചെയ്തോളും, ശരിയാക്കിക്കോളും എന്ന് വിചാരിക്കുക. നമ്മൾ ചെയ്യേണ്ടത് തവക്കുലാണ്, തവാക്കുലല്ല, തവക്കുലാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം, ബാക്കി അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മളെന്ത് ചെയ്തു? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ എന്തിനേയും അഭിമുഖീകരിച്ചിട്ടുള്ളത്, സത്യവിശ്വാസികൾ അഭിമുഖീകരിച്ചിട്ടുള്ളത് രക്തം നൽകിയും ജീവൻ നൽകിയുമാണ്. രക്തം നൽകിയും ജീവൻ നൽകിയുമാണ്. ചരിത്രത്തിൽ എല്ലാ വിപ്ലവങ്ങളും നടന്നിട്ടുള്ളത് അത് തന്നെയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയത് വെറുതെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണോ? ഈ രാജ്യത്തെ മുഴുവൻ വിശ്വാസികളും, ഹൈന്ദവ വിശ്വാസികളും ക്രൈസ്തവ വിശ്വാസികളും മുസ്ലിങ്ങളും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണോ ഈ രാജ്യത്തിന് ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്ന് സ്വാതന്ത്ര്യം നേടിയത്? അല്ല. മറിച്ച് ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ചവരുടെ മുൻപിൽ നെഞ്ചുവിരിച്ച് നിന്ന് അതിനെ അഡ്രസ്സ് ചെയ്ത് ചരിത്രവും പാരമ്പര്യവുമാണ് ഇവിടുത്തെ ഇന്ത്യക്കാർക്കുള്ളത്. ആ ഇന്ത്യക്കാരിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയതിൽ നിർണായകമായ പങ്കുവഹിച്ച ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് മുസ്ലിങ്ങളെ ഈ പറയുന്ന രൂപത്തിൽ ആക്ഷേപിക്കുന്നവർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൽ ഒരു റോളും ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. ആരധികാരത്തിൽ വരുന്നു എന്ന് വന്നാലും അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസിക്കും, എന്ത് മുസീബത്ത് ഇവിടെ ഉണ്ടായാലും അത് അള്ളാഹു ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസിക്കും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അത് അള്ളാഹുവിന് നിസാരമായ കാര്യമാണ് എന്ന് അള്ളാഹ് തന്നെ പറയുന്നു. കുല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന ഫഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. കുല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നും ഇവിടെ ആർക്കും സംഭവിക്കുന്നില്ല എന്ന ഒരു തവക്കുൽ ബോധമാണ് വിശ്വാസികളെ നയിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഓതി വച്ച ആയത്ത്. നമ്മളൊക്കെ ധാരാളം കേട്ടിട്ടുള്ള ആയത്താണല്ലോ. എന്താ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, രാജാതിരാജനായ പടച്ച തമ്പുരാനെ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം, ആധിപത്യം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആധിപത്യം നീ എടുത്തു മാറ്റുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്സത്ത് നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് ദില്ലത്ത് നൽകുന്നു. എല്ലാ നന്മയും നിന്റെ കൈകളിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും അധികാരം ഇവരുടെ കൈകളിലാണ് വരുന്നതെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയത്തിന്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ പുറകിലുള്ള യുക്തി, ലോജിക്ക് എന്താണ് എന്ന് നമുക്കറിയില്ല. ഇവിടെ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ സംഭവിച്ചാലും തിരിച്ചു സംഭവിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും വ്യക്തി എന്നുള്ള നിലക്കും മുസ്ലിം സമൂഹം എന്നുള്ള നിലക്കും നമ്മൾ ഒരു ആത്മപരിശോധനയ്ക്ക് സന്നദ്ധമാകണം. അതാണത് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ്. ഇത് ശരിയാണെങ്കിൽ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ എന്ന് പറയുന്ന വേദവാക്യം വസ്തുതാപരമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയപ്രകാരമാണ് ഇവിടെ ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അത് ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ നമ്മളൊരു ആത്മപരിശോധനയ്ക്ക് സന്നദ്ധമാവുകയും നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ എല്ലാ അർത്ഥത്തിലും
നമ്മൾ ബാധ്യസ്ഥരായി മാറുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രാർത്ഥന കൊണ്ട് മാത്രം പറ്റില്ല. അത് ജനാധിപത്യ മര്യാദകളുടെ അടിസ്ഥാനത്തിൽ, ജനാധിപത്യപരമായ രൂപത്തിൽ നമ്മൾ അതിനെ ശക്തമായി മതേതര കക്ഷികളോടൊപ്പം നിന്ന് അതിനെ ശക്തമായ തോതിൽ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ സന്നദ്ധമായ മറ്റു. എന്തിനേറെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തൊരു കർഷക സമരം നടന്നില്ലേ? ആ കർഷക സമരം കർഷകരുടെ കാർഷിക വിളകളും കാർഷിക തൊഴിലുമായി ബന്ധപ്പെട്ടാണ് അവർ ആ സമരം നടത്തിയത്. ആ സമരത്തിൽ പോലും എത്ര ആളുകളുടെ രക്തം അവർ നൽകിയെന്നറിയാമോ നിങ്ങൾക്ക്? എത്ര ആളുകളുടെ രക്തം അവർ നൽകി? അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ എത്ര ആളുകൾ ഷഹീദായി അതിനകത്ത്. അതെന്തിൻ്റെ? അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടാണ്. ഇതെന്താ സംഭവം? നമ്മുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടാണ്, തൊഴിലുമായി ബന്ധപ്പെട്ടല്ല, നമ്മുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മുന്നേറ്റങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസികളുടെ ഏറ്റവും കരുത്തുറ്റ മൂർച്ചയുള്ള ആയുധമാണ് പ്രാർത്ഥന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തന്നെ ചോദിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ട് ഇരിക്കുന്നത് കാര്യം എന്ന് അല്ലാഹു ചോദിക്കുന്നു. പ്രാർത്ഥിക്കണം നമ്മൾ. പക്ഷേ അതോടൊപ്പം നമ്മൾ പ്രവർത്തിക്കാനും സന്നദ്ധമാകണം. അതിന് ഈ പറഞ്ഞ പോലെ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. ആവർത്തിച്ച് തീർത്തും പേർത്തും നമുക്ക് പറയാനുള്ളതാണ്. എന്നോടെന്ന പോലെ നിങ്ങളോടും പറയാനുള്ളത് തന്നെയാണ്. സത്യശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സന്നദ്ധമാകണം. നമുക്കിവർ പറയുന്നത് പോലെ കള്ളം വിളിച്ചു പറയാനോ നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ വിളിച്ചു പറയാനോ നമുക്ക് പറ്റില്ല. അതിന് ആ നിലക്ക് പ്രതിരോധിക്കാനും നമുക്ക് സാധ്യമല്ല. അള്ളാഹു അവിടെയൊക്കെയാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ തഖ്വ പാലിക്കണം, നിങ്ങൾ സ്വബർ പാലിക്കണം എന്ന്. അതുകൊണ്ട് സത്യവിശുദ്ധമായ ഒരു ജീവിതം ക്രമപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. പല കാരണങ്ങളുമുണ്ട് അതിന്. എല്ലാ കാരണങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. സത്യശുദ്ധമായ ജീവിതം എപ്പോഴും ഉറപ്പുവരുത്തിക്കൊണ്ടു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. രണ്ടാമത്തേത്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന് അനുകൂലമായ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ നാം ശ്രമിക്കണം. അതിനും ആവശ്യം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്, സത്യശുദ്ധമായ ജീവിതമാണ്. സത്യശുദ്ധമായ പെരുമാറ്റം, സത്യശുദ്ധമായ വർത്തമാനം, സത്യശുദ്ധമായ ഇടപാടുകൾ, സത്യശുദ്ധമായ ഇടപെടലുകൾ ഇത് നമ്മൾ നടത്തണം. അങ്ങനെ ഇസ്ലാമിന് അനുകൂലമാക്കി, മുസ്ലിങ്ങൾക്ക് അനുകൂലമാക്കി പൊതുബോധത്തെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രാർത്ഥന, നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന നടത്തണം. ഈ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ എന്താ പ്രശ്നം? ഈ ജീവിതം സത്യശുദ്ധമാക്കണം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ജീവിതം സത്യശുദ്ധമാക്കാതെ നമ്മൾ ഇതൊന്നും ചെയ്താലും ശരിയാവില്ല, ഒന്നും ചെയ്താലും ശരിയാവില്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ പിടിച്ചു നിൽക്കുകയും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ ലാ യദുറുക്കും കൈദുഹും ഷൈഅ, നിങ്ങളുടെ പ്രതിയോഗികൾ മെനയുന്ന എല്ലാ തന്ത്രങ്ങളും പാളിപ്പോകും. നിങ്ങൾക്ക് ഒരു ചുക്കും അതുവഴി ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ കഴിയില്ല അവർക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുകയാണ്. രണ്ടാമത്തേത് ഐക്യം, അത് പ്രധാന ഘടകമാണ്. ഇത് പറയുമ്പോൾ വലിയ സങ്കടകരമായ സാഹചര്യമുണ്ട്. എല്ലാവരും ഐക്യപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ കേരളക്കരയിലാണെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിൻ്റെ ആധികാരികമായ സംഘടന എന്ന് പറയുന്ന സംഘടനകൾ പോലും അകത്തുപോലും അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഖുതുബ കേൾക്കുന്ന ആളുകളോട് നിരന്തരം പറയാനുള്ളൊരു സംഗതിയുണ്ട്. നമുക്കൊക്കെ സംഘടനകളാകാം, നല്ലതുമാണ്. പക്ഷേ അതിനപ്പുറം സംഘടനാതീതമായ ഒരു ഇസ്ലാമിനെ നമ്മൾക്ക് കാണാൻ കഴിയണം. ചില്ലറ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ ഭിന്നിക്കുന്ന ഒരവസ്ഥ, നമ്മളെ ഭിന്നിപ്പിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തരം പോലെ വാക്കുകളും പ്രയോഗങ്ങളും നടത്തി നമ്മളെ ഐക്യപ്പെടുത്തരുത് ഒരു കാരണവശാലും. അത് നമ്മളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഐക്യപ്പെടാനാണ് ശ്രമിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലാ തഫറഖു ലാ തതഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ഒന്നിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ആളുകൾക്ക് അത് മാത്രം അറിയാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ആളുകൾ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഖുതുബയിൽ ഞാൻ തന്നെ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ പല മെമ്പറുകളിലൊക്കെ കേൾക്കുന്നു, അല്ലാതെയുള്ള പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നു. എന്ത് ജുമാ ഒഴിവാക്കിയിട്ടാണെങ്കിലും, നിർബന്ധ സാഹചര്യത്തിലാണ്, അല്ല ലാഘവബുദ്ധിയോടുകൂടിയല്ല, ഒഴിവാക്കിയിട്ടാണെങ്കിലും വോട്ട് ചെയ്യണം എന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ പറയുന്നതിനേക്കാൾ മുൻപേ പാരമ്പര്യ പ്രസ്ഥാനങ്ങൾ, യാഥാസ്ഥിക പ്രസ്ഥാനങ്ങളുടെ പണ്ഡിതന്മാരും ബഹുമാന്യരായ പണ്ഡിതന്മാരും പറഞ്ഞു വെച്ചു അത്.
ബഹുമാന്യനായ നജീബ് മൗലവിയാണ്, സംസ്ഥാനയുടെ ബഹുമാന്യനായ നജീബ് മൗലവിയാണ് ആദ്യമായത് പറഞ്ഞു വെച്ചത്. അതിനുവേണ്ടി ഖുത്ബ പലയിടങ്ങളിലും ചുരുക്കുകയാണ്, എല്ലാം ചുരുക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിലൂടെ. ഇതേത് കിതാബിലാണുള്ളത്? ഇതൊക്കെ പറഞ്ഞ വല്ല കിതാബിലുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ വല്ല കിതാബിലുണ്ടോ അങ്ങനെ ആക്കാമെന്ന്? കാരണം ഈ കിതാബ് എഴുതുന്ന കാലഘട്ടത്തിലൊന്നും എന്തില്ല, ഇതുപോലുള്ള ഇലക്ഷനും ഇല്ല, ഇതുപോലുള്ള തെരഞ്ഞെടുപ്പും ഇല്ല. കിതാബ് എഴുതുന്ന കാലഘട്ടത്തിലൊന്നും, ആ കിതാബ് എഴുതുന്ന കാലഘട്ടത്തിലൊന്നും ഇത് കിതാബിൽ ഇല്ലാഞ്ഞിട്ടും നമ്മൾ കണ്ടെത്തിയില്ലേ ഇത് ചെയ്യാന്ന്? അതാണ് ചിന്ത, അതാണ് ഇജ്തിഹാദ്, അതാണ് പുരോഗമനാത്മകം എന്ന് പറയുന്നത്, അതാണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, സമീപനം എന്ന് പറയുന്നത്. നമുക്ക് ഇത് കിതാബിൽ ഇല്ലാഞ്ഞിട്ടും നമ്മളിത് കണ്ടെത്തി. നമുക്ക് അള്ളാന്റെ അൽക്കിതാബിലുണ്ട്, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. അനാവശ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത്. ഇത് തപ്പി നടക്കണ്ട, ഇത് മുങ്ങിത്താഴണ്ട. വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യമാണ് അത്. പക്ഷെ നമുക്ക് തിരിയണില്ല. കിതാബിലൊന്നും ഇല്ലാത്ത കാര്യം നമ്മൾ പറയണമുണ്ട് താനും. കിതാബിലില്ലാത്ത കാര്യം നമ്മൾ കണ്ടെത്തി പറയുന്നുണ്ട്. വോട്ട് ചെയ്യണം, അത് വളരെ നിർണായകമാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുന്നു. കിതാബിൽ അൽക്കിതാബിൽ പൊങ്ങിക്കിടക്കുന്ന കാര്യമാണ് നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ഐക്യപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട്. അതൊട്ട് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്ക്, സംഘടനാ നേതാക്കന്മാർക്ക് അത് വേണ്ടത്ര തിരിയണില്ല. പച്ചയായി പരിശുദ്ധ ഖുർആനിൽ പലവട്ടം പറഞ്ഞു വെച്ച കാര്യമാണ്, നിങ്ങൾ ഒരു കാരണവശാലും ഭിന്നിക്കരുത്. ഭിന്നിച്ചാൽ ശത്രു അതിനകത്ത് മുതലെടുക്കും. അതുമാത്രം നമുക്ക് തിരിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പുലർത്താം. നമ്മൾ പലവട്ടം പറഞ്ഞു പോയതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം, പ്രശ്നമൊന്നുമില്ല. അതെല്ലാം ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന, പരസ്പരം ശരാൻ ചെല്ലാൻ പറ്റാത്ത, പൊതുഭീഷണിയെ നേരിടാൻ ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വികസിക്കരുത്. വിയോജിപ്പുകളായി നിലനിർത്തുകയും അതിനെ വിരോധങ്ങളായി വളരാൻ അനുവദിക്കാതിരിക്കുകയും നമ്മൾ ചെയ്യണം. വിശ്വാസികൾ ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ട ഏറ്റവും സുപ്രധാനമായ സംഗതിയാണ്. അതിന് നമ്മൾ തുനിയണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അഭിമുഖീകരിച്ചാൽ മതിയാവും. അത് അഭിമുഖീകരിക്കാനുള്ള ഈമാനികമായ കരുത്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു ഭരണാധികാരിയെ നൽകി, ഭരണകൂടത്തെ നൽകി, എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന, എല്ലാവരെയും ഒന്നായി കാണുന്ന ഭരണകൂടത്തെ നൽകി, ഭരണാധികാരികളെ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും ഒക്കെ നിലനിർത്താൻ മനസ്സുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മനസ്സ് നൽകി ഈ രാജ്യത്തെ ജനങ്ങളെയും അല്ലാഹുവേ നീ അനുഗ്രഹിക്കണമേ. അത്തരത്തിൽ നല്ലൊരു സന്തോഷത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കാൻ, മനസമാധാനത്തോട് ജീവിക്കാനുള്ള ഒരു അവസരം നൽകി കരുണാവാരിധിയായ നാഥ, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈ രാജ്യത്തെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ.